ഹലോ ഫ്രണ്ട്സ്, ഈ ഓണത്തിന് വളരെ ടേസ്റ്റായിട്ടും വളരെ ഈസി ആയിട്ടും നമുക്കൊരു പിങ്ക് പാലട പ്രഥമൻ തയ്യാറാക്കിയാലോ? വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. നമ്മളിവിടെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കർ എടുക്കുക. കറികളുടെ ഒരു പുളിയോ ഉപ്പിൻ്റെ ടേസ്റ്റോ അങ്ങനെ ഒന്നും തന്നെ പാടില്ല. വളരെ നീറ്റായിട്ടുള്ള ഒരു കുക്കർ എടുത്ത് വയ്ക്കുക. എത്രത്തോളം പായസം നമുക്ക് വേണോ അതിനേക്കാൾ കൂടുതൽ പാല് നമ്മൾ എടുക്കണം. കാര്യം നമുക്ക് പാല് അത്രത്തോളം നമുക്ക് വറ്റിച്ച് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എത്രത്തോളം പാലെടുക്കണോ അതിൻ്റെ ഒരു ഭാഗത്തോളം പാല് നമ്മൾ വേവിച്ച് വറ്റിച്ച് എടുക്കണം. അതാണ് അതിൻ്റെ ശരിക്കും നല്ലൊരു ടേസ്റ്റ് വരാം. അപ്പോൾ നമ്മളിവിടെ കുക്കറിലോട്ട് ആവശ്യമുള്ള പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര മധുരം കുറവുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം മധുരം ഇട്ട് കൊടുക്കുക. ലേശം ഏലക്കപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തിള വരുന്നത് വരെ ഒന്ന് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. തിള വന്ന് കഴിയുമ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് കുക്കറിൻ്റെ അടപ്പ് വെച്ച് നമുക്കൊന്ന് മൂടിക്കൊടുക്കാം. അപ്പോൾ ഈ സമയം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. കുക്കറിൻ്റെ മൂടിയെ വെച്ച് ഒന്ന് അടച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ആ വിസിൽ ഒന്ന് പൊന്തിച്ച് വയ്ക്കുക. ആവി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയം തൊട്ട് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിവിടെ അട റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ മട്ട അടയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആവശ്യമുള്ളത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലപോലെ പൊന്തി വരും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു പാത്രം വേണം എടുക്കാൻ. മട്ട മുങ്ങിക്കിടക്കാൻ പാകത്തിന് നല്ലപോലെ തിളപ്പിച്ചെടുത്ത വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനേക്കാൾ ക്വാണ്ടിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു പാത്രം എടുക്കുക. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുക. ഈ സമയം നമ്മളിട്ട് കൊടുത്തിട്ടുള്ള എല്ലാ അടയും നല്ലപോലെ വെന്ത് വരും. നല്ലപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ വീണ്ടും പറയുന്നു, വെള്ളം നല്ലപോലെ ഒഴിച്ച് കൊടുക്കണം. അട വേവും തോറും പൊന്തി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ 1 മണിക്കൂർ ഞാനിവിടെ പാല് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പാൽ അത്യാവശ്യം നല്ലപോലെ വെന്ത് അത് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ അടയും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അട ഒരു അരിപ്പ് ഉപയോഗിച്ച് ഒന്ന് കഴുകി അതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി എടുക്കാം. ആ അട നമുക്ക് ഈ പാലിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം മധുരത്തിൻ്റെ അളവ് നോക്കാം. കുറവുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ പാലും അടയും മധുരവും പിന്നെ നമ്മളിതിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിളച്ച് പാൽ ഒന്നും കൂടി ഒന്ന് കുറുകി വരണം. ഈ സമയം ഇത് മൂന്നും സമമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. പാല് തിളച്ച് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ അടയൊക്കെ ഒന്ന് വെന്ത് സെറ്റായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം അടയൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൽ പിങ്ക് കളർ കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇടുക. അതൊന്ന് കാരമലൈസ് ചെയ്ത് കളർ വ്യത്യാസം വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇതിലോട്ടൊന്ന് ബട്ടർ ഇട്ട് കൊടുക്കുക. ഈ സമയം നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോവരുത്. കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കനപ്പ് രസമായിരിക്കും പായസത്തിന് വരാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഓഫാക്കി കൊടുക്കുക. ബാക്കി പഞ്ചസാര അതിൽ കിടന്ന് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഇതൊരു പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ പാത്രത്തിലോട്ട് തന്നെയാണ് നമ്മുടെ പായസം ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാരമലൈസ് ചെയ്ത് പായസത്തിലോട്ട് നമുക്ക് നേരിട്ട് അങ്ങോട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഈ പാത്രത്തിലോട്ട് നമ്മുടെ പായസം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ കാരമലൈസ് ചെയ്ത് കുറച്ച് കട്ടി പോലെ ആയിരിക്കും. പക്ഷേ ഈ ചൂട് കൊണ്ട് അത് മെൽറ്റായി നല്ലൊരു കളറൊക്കെ വരും. നമുക്ക് മധുരത്തിന് പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റായിട്ടും വളരെ ഈസി ആയിട്ടും നമുക്ക് പിങ്ക് പാലട പ്രഥമൻ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഇതിൻ്റെ കട്ടിയാവും. അങ്ങനെ വല്ലാണ്ട് ഓവറായിട്ട് കട്ടിയാവുകയാണെങ്കിൽ സെപ്പറേറ്റ് ഒരു ഗ്ലാസ് പാല് തിളപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ലൂസായിട്ട് വരുന്നതായിരിക്കും. വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും പിങ്ക് പാലട പ്രഥമൻ പായസം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നിങ്ങളും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്ത കൂട്ടുകാർ ഫോളോ ചെയ്യുക. താങ്ക്